പ്രമേഹം തന്നെയാണ് വിഷയം. ഒരു വഴിയാത്രക്കാരൻ KSRTC ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി തിരക്കി. അപ്പൊ അറിയാവുന്ന ഒരാൾ ഉത്തരം പറഞ്ഞു, 5 മിനിറ്റ് നടന്നാൽ എത്തും സാറേ, 1 കിലോമീറ്റർ ദൂരമുണ്ട്. അദ്ദേഹം നടക്കാൻ ആരംഭിച്ചു. 5 മിനിറ്റ് നടന്നിട്ടും 10 മിനിറ്റ് നടന്നിട്ടും 15 മിനിറ്റ് എടുത്തിട്ടും KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുന്നില്ല. ബുദ്ധിയുള്ള ആളാണ് നിന്നിട്ട് ആലോചിക്കും, എനിക്ക് വഴി പെസകി പോയിട്ടുണ്ടോ? പക്ഷെ പ്രമേഹ ചികിത്സയുടെ കാര്യത്തില് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് സംശയം തോന്നി, ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ എത്തി, നല്ല ഡോക്ടറെ കണ്ടു, ടെസ്റ്റ് ചെയ്തു, ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ഇനി അലോപ്പതിയെ ഭയമുള്ളവര് ഹോമിയോയിലേക്കോ സിദ്ധയിലേക്കോ യുനാനിലേക്കോ അല്ലെങ്കിൽ ആയുർവേദത്തിലും കൊണ്ടിലൊക്കെ തിരിയും. ഈ ഏത് ട്രീറ്റ്മെന്റ് നടത്തിയാലും പ്രമേഹം എന്ന രോഗം കുറഞ്ഞു വരുന്നില്ല എന്നാണ് സത്യം. മാറുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക വേണ്ടല്ലോ. ഇതൊരു മാറാവ്യാധിയാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. ഒപ്പം ഈ കുറയുന്നില്ലെന്ന് മാത്രമല്ല, കൂടിക്കൂടി വരികയും ചെയ്യുന്നു. ആദ്യം ഒരു ഗുളിക, പിന്നെ ഗുളിക ഡോസ് കൂട്ടി, പിന്നെ ഇൻസുലിൻ കുറച്ചു, ഇൻസുലിൻ കൂട്ടി, ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നത്. ആദ്യം പ്രമേഹം മാത്രം നടന്നുള്ളൂ, പിന്നെ പതുക്കെ കാല്, കണ്ണ്, ലിവർ, ഹാർട്ട്, കിഡ്നി തുടങ്ങിയ അവയവങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇത് ബാധിക്കാം. നമ്മൾ അറിയാതെ തന്നെ ലൈംഗിക ശേഷി കുറഞ്ഞു വന്ന് കുടുംബ ജീവിതത്തിന്റെ താളവും ലയവും തെറ്റാം. ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല നമ്മൾ. അപ്പോൾ നമ്മളുടെ ഈ വഴിക്ക് എന്തെങ്കിലും പെസക് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത്. ഉണ്ടെന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. കാരണം നമ്മൾ പോകുന്ന വഴി ഈ രോഗത്തെ കുറയ്ക്കാനോ ഇല്ലാതെയാക്കാനോ ഉള്ള വഴിയിലൂടെ അല്ല, രോഗത്തെ കൺട്രോൾ ചെയ്യാനുള്ള വഴിയിലൂടെയാണ്. നമ്മുടെ ചികിത്സയെല്ലാം ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ള ചികിത്സയാണ്. ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് രോഗമല്ല, രോഗലക്ഷണമാണ്. ഡയബറ്റിസ് മെലിറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത്. ലക്ഷണത്തെ കുറച്ച് രോഗം കുറയാൻ പോകുന്നില്ല. രോഗം ബാധിച്ചിട്ടുള്ള പാൻക്രിയാസിനെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായ തോതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നം ഇങ്ങനെ അവശേഷിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നം, ഈ കാരണം അവശേഷിക്കുന്ന കാലത്തോളം ഏതൊക്കെ ആശുപത്രി, ഏതൊക്കെ മരുന്ന് കഴിച്ചാലും നമ്മുടെ പ്രമേഹത്തെ നമുക്ക് കുറയ്ക്കാനോ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ശരീരത്തിൽ കഴിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഈ കാരണങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ കാര്യമായ രോഗത്തെ കുറയ്ക്കാനോ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് ഡോക്ടറെയോ ആശുപത്രിയോ മരുന്നിനെയോ കുറ്റം വന്നിട്ട് കാര്യമില്ല. അവരെല്ലാം ഉത്തരവാദികൾ, നമ്മൾ തന്നെയാണ് ഉത്തരവാദികൾ. നമ്മുടെ തെറ്റായ ലൈഫ് സ്റ്റൈലിൽ നിന്നുണ്ടായ രോഗത്തെ നമ്മൾ തന്നെ തിരുത്തണം. അപ്പൊ ഈ വഴിയിലേക്ക് നിങ്ങൾ കാല് മാറ്റി ചവിട്ടണം എന്ന് എനിക്ക് പറയാനുള്ളത്. ഇതിന് നിങ്ങൾക്ക് മാർഗദർശനം നൽകുക, നിങ്ങളെ കൈപിടിച്ച് ആനയിക്കുക, ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തില് ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സുകൾ നടത്തി വരുന്നു. ധാരാളം പേര് ഈ ശരിയായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിട്ട് ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും, അതുപോലെ മരുന്നുകൾ വെട്ടിക്കുറച്ചും മരുന്നുകൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചും ചികിത്സാ ചെലവുകൾ ഗണ്യമായിട്ട് കുറച്ചും സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് സാധിക്കുന്ന എനിക്ക് പറയാനുള്ളത്. ഇത്തരം ആളുകളുടെ ഒരു സംഗമം നമ്മള് ഈ മാസം വരുന്ന ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ട്രിവാൻഡ്രത്ത് നടക്കുകയാണ്. അടുത്ത മാസം 2ാം ശനിയാഴ്ച കോഴിക്കോടും, വടക്കൻ ജില്ലകളില് ഇതുപോലെ ഷുഗർ കുറയും, ഷുഗർ മാറുകയും അതുപോലെ മരുന്നുകൾ കുറയ്ക്കാനും സാധിച്ച ആളുകളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയ കാണുന്ന പോലുള്ള പരസ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ചെയ്ത ആളുകൾ നിങ്ങൾക്ക് നേരിട്ട് സംവദിക്കാൻ സാധിക്കും. ഷുഗർ എന്ന് വിചാരിക്കുന്ന ഒരു പാവം രോഗമല്ല, ഇതൊരു രോഗരാക്ഷസനാണ്, ഒരു സൈലന്റ് കില്ലറാണ്. നമ്മൾ കൃത്യമായി ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളുടെ ആരോഗ്യം ക്ഷയിച്ച് വന്നുകൊണ്ടിരിക്കും.
അതുകൊണ്ട് ഇതിന്റെ രക്ഷണത്തെ കുറച്ചു നിർത്തുക അല്ല വേണ്ടത്, രോഗത്തെ തന്നെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരെ അല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പൊ നിങ്ങൾ ഓർക്കും എന്താ ഡോക്ടർ പറഞ്ഞു തരാത്തിന് ഓർക്കും. ഡോക്ടർ നല്ല വഴി പറഞ്ഞു തന്നാൽ നിങ്ങൾ ആരും ആ വഴിക്ക് പോകില്ല, പിന്നെ ആശുപത്രിയിലേക്ക് പോലും ചെല്ലില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞു തരാത്തത്. ഡോക്ടർമാർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. പ്രമേഹം മാത്രമല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസും ഒരു ജീവിതശൈലി രോഗവും നമുക്ക് മരുന്നുകൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. അത് മാറണമെങ്കിൽ നമ്മൾ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരിക തന്നെ വേണം. അപ്പൊ ഞാൻ നിങ്ങളെ ഈ വഴിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 9774444326 എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്.